യു പി എസ് സിയുടെ എക്കണോമിക്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചറാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും. സോ നമുക്ക് ആ ഓപ്ഷൻസ് വൺ ബൈ വൺ ആയിട്ട് എടുത്ത് പഠിച്ച് അതിൻ്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതായത് ഓരോ വർഷവും കോൺസെപ്റ്റുകൾ ചേഞ്ച് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ പാറ്റേൺസ് രീതികൾ മാത്രമേ മാറുന്നുള്ളൂ. സോ ഈ കോൺസെപ്റ്റ്സ് ഓപ്ഷൻസ് എന്ന് പഠിക്കുക, ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്ലി നോക്കുക, ഇതൊക്കെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് എക്കണോമിക്സ് പേപ്പറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതികളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും എന്താണെന്ന് നോക്കാം. ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങി അത് യൂസ് ചെയ്ത് അത് തീർന്നു പോയി, അതവിടെ കഴിഞ്ഞു, അത് പിന്നെ അത് അടുത്തൊരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റുന്നില്ല. സോ അതാണ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൂല് വെച്ച് നമ്മളൊരു ക്ലോത്ത് ഉണ്ടാക്കി മാറ്റി. ഈ ഉണ്ടാക്കി മാറ്റിയതിന് ശേഷം ഈ ആൺ പിന്നെ നമുക്ക് അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇതേ ആൺ നമുക്ക് പിന്നെയും വേറൊരു ക്ലോത്ത് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. സോ ഇതിനെയാണ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേസമയം ഒരു ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഞാനിപ്പോൾ ഒരു ഹോട്ടൽ നടത്തുമ്പോഴത്തേക്ക് ഞാനൊരു കുക്കർ വാങ്ങിച്ച് അവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ആദ്യത്തെ ദിവസം ഞാൻ സാമ്പാർ വെച്ച്. പക്ഷേ ആ കുക്കർ ഞാൻ സാമ്പാർ വെച്ചതിന് ശേഷം എടുത്ത് കളയുന്നില്ല, പിറ്റേ ദിവസം ഞാൻ അതേ കുക്കർ വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്നു. സോ കുക്കർ നമുക്ക് പിന്നെ ഫർദറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മെഷീൻസ് ആവാം. സോ ഇത് ബേസ് ചെയ്ത് 2024 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഒരു ഫാമേഴ്സ് പ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ കലപ്പ അടുത്ത കൃഷി സ്ഥലത്ത് യൂസ് ചെയ്യുക ഫാമറിന്. സോ ഇതൊരു ഫിക്സഡ് ക്യാപിറ്റലാണ്. ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ക്യാപിറ്റലാണ്, ക്യാൻ ബി ഫർദർ യൂസ്ഡ്. യാൺ യൂസ്ഡ് ബൈ വീവർ യൂസ് ചെയ്യുന്ന യാണ് നമുക്ക് ഒരു തവണ ഒരു ഉടുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അതേ നൂല് വെച്ച് അടുത്ത് ഉടുപ്പുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഇത് ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ്. അടുത്തത് പെട്രോൾ ഞാനിപ്പോൾ ഒരു ട്രാവൽ ഏജൻസി നടത്തുവാണെങ്കിൽ എനിക്ക് ഓരോ തവണയും അവിടെ പുതിയ പെട്രോൾ അടിച്ചേ പറ്റൂ, അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. സോ അതൊരു വർക്കിംഗ് ക്യാപിറ്റലാണ്. സോ ഇതാണ് വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് 2024 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമിയുടെ സെക്ടേഴ്സിനെ പറ്റി അല്ലെങ്കിൽ എക്കണോമിയുടെ സെക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൈമറി, സെക്കൻഡറി, തേർഷറി ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രൈമറി അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, സെക്കൻഡറി മാനുഫാക്ചറിങ് ആയിട്ട് റിലേറ്റഡ്, തേർഷറി സർവീസുമായിട്ട് റിലേറ്റഡുമാണ്. പക്ഷേ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻസ് കാണുമ്പോഴാണ്. സോ ഓപ്ഷൻസ് കാണുമ്പോഴുള്ള കൺഫ്യൂഷൻ മാറ്റാനുള്ളതെന്ന് പറഞ്ഞാൽ ചില വേർഡ്സ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക. അതായത് ഇപ്പം ഒരു നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് ഡയറക്റ്റ്ലി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് പ്രൈമറി ആയിട്ട് ചിന്തിക്കാം നമുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടൺ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ചെടിയിൽ നമ്മൾ ഡയറക്റ്റ്ലി എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതായത് ആ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന്. സോ അത് അഗ്രികൾച്ചറിൻ്റെ പാർട്ടാണ്, അതൊരു പ്രൈമറി സെക്ടറാണ്. അതുപോലെ തന്നെ മൈനും അവിടെ ഫോം ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അതിൽ ഫർദർ പ്രൈമറി സെക്ടറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഫോം ചേഞ്ച് ഇല്ല എന്ന് ആലോചിച്ച് വെച്ചേക്കുക. അടുത്ത സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോട്ടൺ എടുക്കുന്നത് ഒരു പ്രൈമറി സെക്ടറാണ്. പക്ഷേ അത് യാണിന്ന് ആ നൂലിന്ന് അതൊരു ക്ലോത്തായി മാറുന്നത് അതൊരു മാനുഫാക്ചറിങ് ആണ്. അവിടെ ഫോം ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതൊരു സെക്കൻഡറി സെക്ടറാണ്. അടുത്തത് തേർഷറി എന്ന് പറയുന്നത് ഗുഡ്സ് ഇൻവോൾവ് അല്ല എന്ന് ചിന്തിക്കുക. അതായത് ഗുഡ്സ് ഇൻവോൾവ് ആണ്, ബട്ട് നമ്മൾ ആ ഓപ്ഷൻസിൽ സർവീസസിനെ പറ്റിയായിരിക്കും നമ്മുടെ ചിന്ത പോകേണ്ടത്. സോ തേർഷറി സർവീസുമായിട്ട് റിലേറ്റഡ് ആണ്. 2024 തന്നെ ഉള്ള ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് ആണിത്. ഇതിൽ ഏതൊക്കെ പ്രൈമറി, സെക്കൻഡറി, തേർഷറി എന്നായിരുന്നു ചോദ്യം. സോ ഡയറി ഫാം എന്ന് പറയുന്നത് ഒരു എന്ത് സെക്ടറായിരിക്കും? ഒരു പ്രൈമറി സെക്ടറാണ്. കാരണം നമ്മൾ കറവ എന്ന് പറയുന്നത് പാല് ഡയറക്റ്റ്ലി എക്സ്ട്രാക്ട് ചെയ്യുകയാണ് പശുവെന്ന്. അത് കഴിഞ്ഞ് മിനറൽ എക്സ്പ്ലോറേഷൻ. സോ അവിടെയും ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ്ലി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. സോ മിനറൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെക്ടറാണ്. ഡയറി ഫാം ഒരു പ്രൈമറി സെക്ടറാണ്. വീവിങ് ക്ലോത്ത് എന്ന് പറയുന്നത് അവിടെ ഒരു ഫോം ചേഞ്ച് നടക്കുന്നത്, അതായത് അതിൻ്റെ ഫോം മാറുന്നുണ്ട്, യാണിന്ന് ക്ലോത്തിലേക്ക് മാറുന്നുണ്ട് വീവ് ചെയ്യുമ്പോൾ. സോ ഇതൊരു സെക്കൻഡറി സെക്ടറാണ്. അതുപോലെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു സർവീസാണ്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് കണ്ട ഉടനെ നമ്മൾ പ്രൈമറി സെക്ടറിലേക്ക് പോകാതെ സ്റ്റോറേജ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. സോ അതൊരു തേർഷറി സെക്ടറാണ്. സോ ഇതാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് തേർഷറി സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിയൽ സെക്ടറും ഫിനാൻഷ്യൽ സെക്ടറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. റിയൽ സെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരിക്കും ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. പക്ഷേ ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് മണി, അതായത് ബോണ്ട്, ലോണ്, സ്റ്റോക്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ ആയിരിക്കും ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഡിറ്റോറിയൽസിലൊക്കെ വരുന്ന വാർത്ത കാണാം, ഫിനാൻഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന്. അതായത് ആൾക്കാർ കൂടുതലും ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബോണ്ടുകളിലും സ്റ്റോക്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കോണമിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ
അതൊരു നല്ല സൈൻ അല്ല. ക്യാഷ് വോളറ്റിലിറ്റി, മണി വോളറ്റിലിറ്റി ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, എക്കണോമിക് സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഫിനാൻഷ്യലൈസേഷൻ നല്ലതല്ല എന്നുള്ള, അതായത് ഫിനാൻഷ്യലൈസേഷൻ റിയൽ സെക്ടറിനേക്കാൾ വളരുന്നതിന് ഡ്രോബാക്സ് ഉണ്ടെന്ന് നമ്മൾ എഡിറ്റോറിയൽസിൽ കാണാറുണ്ട്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിയൽ സെക്ടേഴ്സ് ഇതിൽ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ, ഫാമേഴ്സ് ഹാർവെസ്റ്റിംഗ് ദെയർ ക്രോപ്പ്. സോ ഫാമേഴ്സ് ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ഗുഡ്സ് ആണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. സോ അതൊരു റിയൽ സെക്ടറാണ്. ഇവിടെ അടുത്തത്, ടെക്സ്റ്റൈൽ മിൽസ് കൺവേർട്ടിങ് റോ കോട്ടൺ ഇൻറ്റു ഫാബ്രിക്സ്. സോ അവിടെ ഫാബ്രിക്സ് റോ കോട്ടണിൽ നിന്ന് ഫാബ്രിക്സായി മാറുന്നു. സോ ഇവിടെ വീണ്ടും ഈ പറയുന്ന കണക്ക് ഗുഡ്സ് ഇൻവോൾവ് ആണ്. സോ ഇതൊരു റിയൽ സെക്ടറാണ്. അടുത്തത്, കൊമേഴ്ഷ്യൽ ബാങ്ക് ലെൻഡിങ് മണി ടു എ ട്രേഡിംഗ് കമ്പനി. സോ ലെൻഡിങ് മണിയാണ്, ഇതൊരു ഫിനാൻഷ്യൽ സെക്ടറാണ്. അടുത്ത, കോർപ്പറേറ്റ് ബോഡി ഈസ് ഇഷ്യൂയിങ് റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ഓവർസീസ്. ഇവിടെ ഒരു ബോണ്ടാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു ഫിനാൻഷ്യൽ സെക്ടറാണ്. സോ ഇതിൽ ഏതൊക്കെയാണ് റിയൽ സെക്ടേഴ്സ്? ഫസ്റ്റും സെക്കൻഡുമാണ് റിയൽ സെക്ടേഴ്സ്. ഇത് രണ്ടും ഫിനാൻഷ്യൽ സെക്ടേഴ്സാണ്. സോ ഇതാണ് റിയൽ സെക്ടർ ഫിനാൻഷ്യൽ സെക്ടറും തമ്മിലുള്ള ഡിഫറൻസ്. സോ നമ്മൾ ഇതുവരെ നോക്കിയത് ടേർഷറി, സെക്കൻഡറി ആൻഡ് പ്രൈമറി സെക്ടേഴ്സ്. അതിന് മുമ്പ് നോക്കിയത് വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് സൈക്കിളിനെ പറ്റിയാണ്. സോ എക്കണോമിക് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു GDP ടൈമിനനുസരിച്ച് GDPയുടെ ഗ്രോത്തും അതിൻ്റെ ഡിക്രീസും നമുക്ക് പല ഫേസുകളിലായിട്ട് അനലൈസ് ചെയ്യാം. സോ GDP വിത്ത് ടൈം ഒരു സഡൻ ഗ്രോത്ത് ഉണ്ടാവുകയാണ്, അതിനെയാണ് എക്കണോമിക് ബൂം എന്ന് പറയുന്നത്. സോ ഇത് ഒരു ബൂം ഫേസ് ആണ്. അവിടെ GDP ഗ്രോത്ത് റേറ്റ് വെരി ഹൈ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ അതാണ് ബൂം. അതിനുശേഷമുള്ള ഈ ഫേസിനെയാണ് നമ്മൾ സ്ലോ ഡൗൺ ഫേസ് എന്ന് പറയുന്നത്. സോ ഈ സ്ലോ ഡൗൺ ഫേസിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് GDPൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ GDPയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കുറഞ്ഞ്, പക്ഷേ സ്റ്റിൽ പോസിറ്റീവ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്, പക്ഷേ റേറ്റ് കുറവാണ്. ഇത് പോസിറ്റീവ് റേറ്റാന്ന് പറയാൻ ഒരു കാരണമുണ്ട്. സാധാരണ GDPയുടെ ഗ്രോത്ത് റേറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? Q2 മൈനസ് Q1 ഡിവൈഡ് ബൈ Q1 എന്ന് പറഞ്ഞെടുക്കാം. സോ ഇവിടെ GDPയുടെ വാല്യൂ 40 ആണെന്ന് കരുതുക, ഇവിടെ എത്തിയപ്പം 50 എന്ന് കരുതുക. സോ ഇവിടെ സെക്കൻഡിൽ 50 മൈനസ് 40 ഡിവൈഡഡ് ബൈ Q1 എന്ന് പറയുമ്പോൾ 40. സോ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്, 10 ഡിവൈഡ് ബൈ 40. സോ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. സോ റേറ്റ് ഇപ്പോഴും പോസിറ്റീവാണ്, പക്ഷേ GDPയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കുറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ പോസിറ്റീവ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പം 2 ക്വാർട്ടേഴ്സ് ഇപ്പോൾ അതിനുശേഷം ഈ GDPയുടെ വാല്യൂ ടൈമിനനുസരിച്ച് കുറയുക. ഫസ്റ്റ് ക്വാർട്ടറിലും അതുപോലെ തന്നെ സെക്കൻഡ് ക്വാർട്ടറിലും അടുപ്പിച്ച് 2 ക്വാർട്ടറിൽ GDPയുടെ ഗ്രോത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യുകയാണ്. അതായത് ഗ്രോത്ത് റേറ്റ് നെഗറ്റീവാണ്. അതായത് ഈ പറയുന്ന Q2 മൈനസ് Q1 ഡിവൈഡ് ബൈ Q1 നെഗറ്റീവായി മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പം നമ്മൾ 50 എടുത്ത് ഹിയർ 40 എടുക്കുകയെന്ന് വിചാരിക്കുക. സോ Q2 ഈ പറയുന്ന ഇവിടെ Q2 വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. 40 മൈനസ് 50 ഡിവൈഡഡ് ബൈ ഇവിടെ ഫസ്റ്റ് ക്വാർട്ടറിൽ 50. സോ ഇവിടെ മൈനസ് 10/50 എന്ന് വരും. സോ ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഗ്രോത്ത് റേറ്റ് നെഗറ്റീവായി മാറി, വാല്യൂ ഓഫ് GDP ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഫേസിനെയാണ് റിസഷൻ എന്ന് പറയുന്നത്. സോ ഈ ഫേസ് അടുപ്പിച്ച് 2 ക്വാർട്ടറിൽ GDP വാല്യൂ, അതായത് GDP ഗ്രോത്ത് റേറ്റ് നെഗറ്റീവാണ്, അതുപോലെ തന്നെ GDPയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുവാണ്. സോ ഈ ഫേസാണ് റിസഷൻ. ഈ റിസഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് ഡിപ്രഷൻ. സോ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ GDPയുടെ ഗ്രോത്ത് ടൈമിനനുസരിച്ച് ഭയങ്കര കൂടുതലാണെങ്കിൽ അതിനെ ബൂം എന്ന് പറയും. അതിനുശേഷം ഒരു സ്ലോ ഡൗൺ ഫേസ്. ഈ സ്ലോ ഡൗൺ ഫേസിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDPയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഗ്രോ ചെയ്യുന്ന റേറ്റ് കുറവാണ്, പക്ഷേ സ്റ്റിൽ പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ് തന്നെയാണ് സ്ലോ ഡൗണിൽ സംഭവിക്കുന്നത്. സോ ഓപ്ഷൻസിൽ സ്ലോ ഡൗൺ കണ്ടു കഴിഞ്ഞാൽ റേറ്റ് കുറയുന്നുണ്ട്, പക്ഷേ റേറ്റ് സ്റ്റിൽ പോസിറ്റീവാണ്. അതേസമയം റിസഷനിൽ 2 ക്വാർട്ടേഴ്സ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഗ്രോത്ത് റേറ്റ് നെഗറ്റീവാണ്. അതായത് ഗ്രോത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് നെഗറ്റീവിലാണ്. സ്ലോ ഡൗണിൽ ഗ്രോത്ത് റേറ്റ് പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ റിസഷനിൽ ഗ്രോത്ത് റേറ്റ് നെഗറ്റീവാണ്. അതുപോലെ വാല്യൂ ഓഫ് GDP ഡിക്രീസ് ചെയ്യുന്നുമുണ്ട്. സോ ഇതാണ് റിസഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫേസാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഫേസാണ് റിക്കവറി ഫേസ്. ഈ പറയുന്ന ഡിപ്രഷനൊക്കെ ശേഷം ഉണ്ടാകുന്ന എക്കണോമിക് ബൂം, അതാണ് റിക്കവറി ഫേസ് എന്ന് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്, V ഷേപ്ഡും K ഷേപ്ഡും. സോ ഇതിനകത്ത് V ഷേപ്ഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിപ്രഷന് ശേഷം ഉണ്ടാകുന്ന ബൂമിനെയാണ് V ഷേപ്ഡ് റിക്കവറി
എന്ന് പറയുന്നത്, അതിനുശേഷം കെ ഷേപ്ഡ് എന്ന് പറയുന്ന, അതിന് ശേഷമല്ല, കെ ഷേപ്ഡ് റിക്കവറി എന്ന് പറയുന്നത് എക്കണോമിയിലെ സെക്ടേഴ്സ് ഡിഫറെൻറ്റ് റേറ്റിലായിരിക്കും ഗ്രോ ചെയ്യുന്നത്. ഇപ്പം അഗ്രികൾച്ചർ സെക്ടർ ഹൈ ആവുന്നുണ്ട്, പക്ഷേ മാനുഫാക്ചറിങ് താഴോട്ടാണ്. സോ ഇത് കണക്കുള്ള ഗ്രോത്ത് റിക്കവറിനെയാണ് കെ ഷേപ്ഡ് എന്ന് പറയുന്നത്. സോ റിക്കവറി ഈ രണ്ട് രീതിയിലാണ്. ഇതാണ് എക്കണോമിക് സൈക്കിളിനെ പറ്റി പറയാനുള്ളത്. ഇതിനെപ്പറ്റി ചോദ്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്കണോമിക് റിസഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന എക്കണോമിക് സൈക്കിളിലെ റിസഷനെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സോ എക്കണോമിക് റിസഷനിൽ വരുമ്പോഴത്തേക്ക് എടുക്കുന്ന മെഷറിനെ ബേസ് ചെയ്താണ് ചോദ്യം വന്നത്. സോ നമുക്ക് എടുക്കുന്ന മെഷർ എന്താണ്? റിസഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എക്കണോമിയിൽ മണി കുറയുകയാണ്, അതായത് നമ്മുടെ പൈസയുടെ അളവ് കുറയുകയാണ്. സോ നമുക്ക് നമ്മുടെ എക്കോണമിയിലോട്ട് പൈസ ഇഞ്ചെക്ട് ചെയ്യണം. അതിന് എന്താണ് ചെയ്യുന്നത്? സോ ഫിസ്ക്കൽ സ്റ്റിമുലസ് ഉണ്ടാവണം. സോ ഇതിനു വേണ്ടി ഗവൺമെൻറ് മണി എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഗവൺമെൻറ് RBI ആണ് മണി എക്കോണമിയിലോട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഗവൺമെൻറ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സുകൾ വഴി മണി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ അതുവഴി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് വഴി ഒരുപാട് പൈസ എക്കണോമിയിലോട്ട് ഇറങ്ങുവാണ്. അതുപോലെ ടാക്സുകൾ കുറയ്ക്കാം. ടാക്സുകൾ കുറയ്ക്കുമ്പോൾ എന്തോ ചെയ്യുന്നത്? കൺസ്യൂമർ സ്പെൻഡിങ് കൂടും, ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് കൂടും. അതുപോലെ തന്നെ കോർപ്പറേറ്റ്സിൻ്റെ പ്രോഫിറ്റ്സ് കൂടും. ടാക്സ് കട്ട് നടക്കുമ്പോഴത്തേക്ക് അവരുടെ പ്രോഫിറ്റ്സ് കൂടും. സോ ഇവിടെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൊണ്ടുവരുന്നൊരു മാറ്റം ആണ് ഈ ടാക്സ് റേറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുവാണ് കൺസ്യൂമർ സ്പെൻഡിങ് കൂടുമ്പോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് RBI അവരുടെ പോളിസി റേറ്റുകളെല്ലാം കട്ട് ചെയ്യും. സോ അവരുടെ CRR, SLR, ബാങ്ക് റേറ്റ്, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ, ഈ പറയുന്ന അവരുടെ പോളിസി റേറ്റുകളെല്ലാം കട്ട് ചെയ്യും. ഇവരുടെ പോളിസി റേറ്റുകൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ കാശ് വരും. ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ കാശ് ഉണ്ടെങ്കിൽ അവർ കൂടുതൽ ലോൺ കൊടുക്കും. സോ എക്കോണമിയിൽ കൂടുതൽ കാശ് ഇറങ്ങും. സോ അതുവഴിയാണ് RBI ഈ റിസഷനെ ഓവർകം ചെയ്യുന്നത്. കൂടുതൽ പൈസ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ പോളിസി റേറ്റുകൾ കട്ട് ചെയ്യും. ഇപ്പം CRRൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് RBIയുടെ ഭാഗത്ത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ പറയുന്ന CRR, അതായത് ബാങ്കുകൾ RBIക്ക് കൊടുക്കേണ്ട റിസർവ് ക്യാഷിൻ്റെ അളവ് കുറയ്ക്കുവാണ്. സോ അതിൻ്റെ റേറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ കാശ് വേണം. സോ ദേ ക്യാൻ ലെൻഡ് മോർ ലോൺ. അപ്പം എക്കോണമിയിൽ ക്യാഷ് ഇറങ്ങും. അതുപോലെ തന്നെയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോയുടെ കാര്യവും ബാങ്ക് റേറ്റിൻ്റെ കാര്യവും റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ. സോ ഫിസിക്കൽ സ്റ്റിമുലസ് ആണ് ഈ പറയുന്ന എക്കണോമി റിസഷൻ്റെ ഒരു മെഷറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഇത് ബേസ് ചെയ്ത് 2021 വന്ന ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് എക്കണോമിക് റിസഷൻ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എക്കണോമിക് റിസഷൻ്റെ സമയത്തുള്ള മെഷർ എന്താണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ, കട്ട് ഇൻ ടാക്സ് റേറ്റ്സ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ്. സോ കട്ട് ഇൻ ടാക്സ് റേറ്റുകൾ ഓബിയസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, ശരി തന്നെയാണ്. കാരണം ടാക്സ് റേറ്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കൺസ്യൂമർ സ്പെൻഡിങ് കൂടുകയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്ന സെൻറ്റൻസാണ് പ്രശ്നം. അക്കമ്പനീഡ് ബൈ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ ആൾക്കാർ ലോൺ എടുക്കുമോ? ഇല്ല. സോ നമ്മൾ വിചാരിക്കുന്ന കണക്ക് എക്കണോമിക് റിസഷനെ ഓവർകം ചെയ്യാൻ, മണി ഇൻഡ്യൂസ് ചെയ്യാൻ അതുവഴി പറ്റത്തില്ല. സോ കട്ട് ഇൻ ടാക്സ് റേറ്റ് ശരിയാണ്, പക്ഷേ ഈ ഓപ്ഷൻ ഫുള്ളായിട്ട് ശരിയല്ല. അടുത്ത ഓപ്ഷൻ, ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്റ്റ്. ശരിയാണ്, ഗവൺമെൻറ് പബ്ലിക് പ്രോജക്റ്റുകളിൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ക്യാഷ് എക്കണോമിയിലോട്ട് വരുവാണ്. സോ അതൊരു ഓപ്ഷനാണ്. ഇൻക്രീസ് ഇൻ ടാക്സ് റേറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം തെറ്റാണ്. ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കൺസ്യൂമർ സ്പെൻഡിങ് കൂടും? എങ്ങനെ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ ലാഭമുണ്ടോ? സോ അതൊരു തെറ്റായ ഓപ്ഷനാണ്. അക്കമ്പനീഡ് ബൈ റിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നു, ബട്ട് ഫസ്റ്റ് പാർട്ട് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ തെറ്റാകുന്നു. ലാസ്റ്റ്, റിഡക്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രൊജക്റ്റിൽ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മണി ഇറങ്ങും? സോ റിസഷനെ നമുക്ക് നേരിടാൻ പറ്റിയ ഏറ്റവും നല്ല മെഷറാണ് ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രൊജക്റ്റ്. സോ ഈ ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്. സോ ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് കൂടുതൽ എക്കണോമിക് കോൺസെപ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഓപ്ഷൻസിനെ അനലൈസ് ചെയ്ത് നമുക്ക് പഠിക്കാം. കോൺസെപ്റ്റ്സുകൾ ക്ലിയർ ആക്കാം.